പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വന്ദ്യരായ വൈദിക സഹോദരി സഹോദരന്മാരെ, ഇത് വലിയ നോമ്പിലെ രണ്ടാം ഞായർ, ഗർഭോ ഞായർ അഥവാ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയ സുവിശേഷം നമ്മൾ വായിച്ചു കേൾക്കുകയാണ്. സന്തോഷത്തിൻ്റെ സദ്വാർത്ത എന്ന പരമ്പരയിലെ 18ാം എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി സുവിശേഷ ഭാഗം നമുക്ക് ശ്രവിക്കാം. ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 12 മുതൽ 16 വരെ വാക്യങ്ങൾ. പിന്നീട് ഒരിക്കൽ യേശു ഒരു പട്ടണത്തിലായിരിക്കുമ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ കണ്ട് സാഷ്ടാംഗം വീണ് പ്രണമിച്ചു, പ്രാർത്ഥിച്ചു, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും. യേശു കൈനീട്ടി അവനെ തൊട്ടുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. തൽക്ഷണം കുഷ്ഠം അവനെ വിട്ടുമാറി. യേശു അവനോട് പറഞ്ഞു, ഇക്കാര്യം നീ ആരോടും പറയരുത്. പോയി നിന്നെ തന്നെ പുരോഹിതന് കാണിച്ചു കൊടുക്കുകയും മോശ കൽപ്പിച്ചിട്ടുള്ളതനുസരിച്ച് ജനങ്ങൾക്ക് സാക്ഷ്യത്തിനായി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുക. എന്നാൽ യേശുവിൻ്റെ കീർത്തി പൂർവാധികം വ്യാപിച്ചതേയുള്ളൂ. അവൻ്റെ വാക്ക് കേൾക്കുന്നതിനും രോഗശാന്തി നേടുന്നതിനും വേണ്ടി വളരെ ആളുകൾ തിങ്ങിക്കൂടി. അവനാകട്ടെ വിജനപ്രദേശങ്ങളിലേക്ക് പിൻവാങ്ങി അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു, പാർക്കുന്നു. നമ്മുടെ ഇന്നത്തെ വിചിന്തനം ആരംഭിക്കുന്നത് ആരാണ് ഒരു കുഷ്ഠരോഗി ഉള്ള ചോദ്യത്തോടു കൂടിയാണ്. ലേവ്യർ 13ഉം 14ഉം അധ്യായങ്ങൾ കുഷ്ഠരോഗികളെ സംബന്ധിച്ചിട്ടുള്ള നിയമങ്ങളാണ്. അതിൽ 2 വാക്യങ്ങൾ മാത്രം ഞാൻ വായിക്കുകയാണ്. ലേവ്യർ 13, 45ഉം 46ഉം വാക്യങ്ങൾ. കുഷ്ഠമുള്ളവർ കീറിയ വസ്ത്രം ധരിക്കുകയും മുടി ചീകാതിരിക്കുകയും മേൽചുണ്ട് തുണി കൊണ്ട് മറയ്ക്കുകയും അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ചു പറയുകയും വേണം. രോഗമുള്ളമെല്ലാം അവൻ അശുദ്ധനാണ്. അവൻ പാളയത്തിന് വെളിയിൽ ഒരു പാർപ്പിടത്തിൽ ഏകനായി വസിക്കണം. ഇതിൽ നിന്ന് നാം എന്ത് മനസ്സിലാക്കുന്നു? ഇന്നത്തെ ലോകത്തിൽ പോലും ഏതാണ്ട് 3 മില്യൺ കുഷ്ഠരോഗികൾ, 30 ലക്ഷം കുഷ്ഠരോഗികൾ പല രാജ്യങ്ങളിലായിട്ടുണ്ട്. പലതരം കുഷ്ഠങ്ങളുണ്ട്. എന്നാലും മനുഷ്യൻ ഏറ്റവുമധികം അറയ്ക്കുകയും വെറുക്കുകയും ചെയ്യുന്നത് മനുഷ്യ ശരീരത്തിൽ ഡിഫോമിറ്റീസ്, അവയവങ്ങൾ പൊഴിഞ്ഞു പോവുക, വളരെ ശരീരം വികൃതമാവുക. നമ്മുടെ നാട്ടിൽ കുഷ്ഠരോഗികളെ കണ്ടിട്ടുള്ളവർ ഉണ്ടാകാം. സമീപകാലത്ത് അധികം കാണാറില്ല. എന്നാൽ കുഷ്ഠരോഗികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ അപകടം, അവർക്ക് ശരീരത്തിൽ സ്പർശിച്ചാൽ അവർക്കറിയില്ല, പൊള്ളിയാൽ അറിയില്ല, ഇൻസെൻസിറ്റിവിറ്റിയാണ്. അവരുടെ ശരീരത്തിൽ നിറച്ച് വ്രണമായിരിക്കും. അവ സാധാരണ മരുന്നുകൊണ്ടൊന്നും കരിയുന്നതല്ല. ഈ വ്രണങ്ങളിൽ നിന്ന്
വലിയ ദുർഗന്ധം അനുഭവപ്പെടും. അത് ഈ കുഷ്ഠരോഗമുള്ള മനുഷ്യനെ സംബന്ധിച്ച്. എന്നാൽ ഏറ്റവും കൂടുതൽ സോഷ്യൽ ഡിസ്റ്റാൻസിങ് അന്ന് ഇന്നുള്ളതിൽ വളരെ കൂടുതൽ അന്നുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് അത്ഭുതമായിരിക്കാം. ഒരു കുഷ്ഠരോഗി കുഷ്ഠമില്ലാത്ത ആളിൽ നിന്ന് മിനിമം പാലിക്കേണ്ട അകലം 50 മുഴമായിരുന്നു. കാറ്റ് വീശുന്ന സന്ദർഭമാണെങ്കിൽ 50 എന്നുള്ളത് 200 മുഴമായിട്ട് വർദ്ധിക്കും. അവന് കുടുംബത്തിന് വെളിയിൽ അല്ലെ പാളയത്തിന് വെളിയിൽ പാർക്കണം. അവനെ ഭ്രഷ്ട് കൽപ്പിച്ച് പുറന്തള്ളുക എന്നൊരു പതിവുണ്ടായിരുന്നു. അത് കാരണത്താൽ അവന് സ്വന്തം കുടുംബത്തിൽ പ്രവേശിക്കാൻ പറ്റില്ല. മനുഷ്യ സമൂഹത്തിൽ അവന് അംഗമായി പ്രവർത്തിക്കാൻ പറ്റില്ല. ആരാധനാ സമൂഹത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല. അങ്ങനെ മാനുഷിക ബന്ധങ്ങളിൽ നിന്ന് അവനെ ഓസ്ട്രസൈസ് ചെയ്ത് ഭ്രഷ്ട് കൽപ്പിച്ച് പുറന്തള്ളുന്ന പതിവാണ് ഉണ്ടായിരുന്നത്. ജോബിൻ്റെ പുസ്തകത്തിൽ ജോബ് മധ്യ പൗരസ്ത്യ ദേശത്തെ ഏറ്റവും വലിയ സമ്പന്നനായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് തുടങ്ങുന്നത്. എന്നാൽ ദൈവം അവനെ ഒരു പരീക്ഷയ്ക്ക് വിട്ടുകൊടുത്തു. അവൻ്റെ ശരീരത്തിൽ മുഴുവൻ വ്രണങ്ങളായി. അവൻ്റെ ഭാര്യ അവനെ ഭവനത്തിൽ നിന്ന് ഇറക്കിവിടുകയാണ്. അങ്ങനെ ജോബിനെ നമ്മൾ കാണുന്നത് വീട്ടിൽ നിന്നൊക്കെ പുറത്ത് പോയി ഒരു പരിയമ്പുറത്ത് ചാരത്തിൽ ഇരുന്നു കൊണ്ട്, കാരണം അവനെന്തെങ്കിലും ചെറിയ രീതിയിൽ പാചകം ചെയ്ത് കഴിക്കുന്നത് പുറത്തായിരുന്നു. അവിടെ തന്നെ അവൻ കിടന്നു ചാരത്തിൽ. പൊട്ടിയ ഒരു കലത്തിൻ്റെ കഷ്ണമെടുത്ത് അവൻ ദേഹത്തെ വ്രണത്തിൽ ചൊറിച്ചൽ കാരണം അതുകൊണ്ട് ചുരണ്ടിക്കൊണ്ടിരുന്നു എന്ന് നാം വായിക്കും. മധ്യപൗരസ്ത്യദേശത്തെ ഏറ്റവും വലിയ സമ്പന്നന് അവൻ്റെ സമ്പത്തിനെക്കുറിച്ച് പറയുന്നുണ്ട്. അവന് ആയിരക്കണക്കിന് ആടുകൾ, കാളകൾ, കഴുതകൾ, ദാസന്മാർ, ദാസികൾ, 7 ആൺമക്കൾ, 3 പെൺമക്കൾ. അങ്ങനെ ആണ് അവൻ്റെ സമ്പത്ത് വിവരിക്കുന്നത്. എന്നാൽ അവനെ കുഷ്ഠം പിടിച്ചു കഴിഞ്ഞപ്പോൾ മറ്റ് എല്ലാ കുഷ്ഠരോഗികളെപ്പോലെ അശുദ്ധനായി മുദ്രകുത്തപ്പെട്ടു. അവൻ്റെ സ്നേഹിതർ തന്നെ പറഞ്ഞു, നീ വലിയ പാതകം ചെയ്തിട്ടില്ലെങ്കിൽ ദൈവം നിനക്ക് ഇത്ര വലിയ ശിക്ഷ തരത്തില്ല. അതിനാൽ അവനെ ഒരു പാപിയായിട്ട്, അനീതി പ്രവർത്തിക്കുന്നവനായിട്ട് മുദ്രകുത്തി. അങ്ങനെയുള്ള കുഷ്ഠരോഗികളുടെ അവസാനം വലിയ ഒരു ട്രാജഡിയായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ആരും അന്വേഷിക്കാനില്ലാതെ ഏകാന്ത സ്ഥലത്ത് ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ മരിച്ചു വീണ് മൃഗങ്ങൾക്ക് ഒക്കെ ഇരയായി അങ്ങനെ അവസാനിക്കുകയായിരുന്നു ഒരു കുഷ്ഠരോഗിയുടെ അന്ത്യം എന്ന് പറയുന്നത്. കർത്താവായ യേശുമിശിഹായുടെ കാലത്ത് ജീവിച്ചിരുന്ന ഒരു ഹിസ്റ്റോറിയനായിരുന്നു ജോസെഫുസ് ഫ്ലാവിയസ്. അദ്ദേഹം കുഷ്ഠരോഗികളെ കുറിച്ച് പറയുന്നത്, ലെപ്പേഴ്സ് ആർ ഡെഡ് മെൻ വാക്കിംഗ്. ഡെഡ് മെൻ വാക്കിംഗ്, അതാണ് ഒരു ലെപ്പർ എന്ന് പറഞ്ഞാൽ. മുഖം മൂടി വേണം നടക്കാൻ. അത് സാധാരണ ഒരാളുടെ ശവമടക്കിൻ്റെ സമയത്താണ് യഹൂദന്മാർ മുഖം മറച്ചുകൊണ്ട് നടന്നിരുന്നത്. ഇവിടെ കുഷ്ഠരോഗി തന്നെ തൻ്റെ സ്വന്തം ശവമടക്കിന് പോകുന്നത് പോലെയാണ് അവൻ മുഖം മറച്ച് നടക്കണം എന്ന് പറയുന്നത്. ഒരു
മിഷണറി ഒരിക്കൽ പറഞ്ഞു, അദ്ദേഹം ഒരു കുഷ്ഠരോഗാശുപത്രിയിൽ ചെന്നപ്പോൾ ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ട് അയാളുടെ അടുത്ത് വന്നു. അയാൾ ആ സ്ത്രീയെ സ്വാതന്ത്ര്യപ്പെടുത്തിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ അസുഖം ഭേദമാകാൻ ഞാൻ പ്രാർത്ഥിക്കാം. അപ്പോൾ ആ സ്ത്രീ പറയുകയാണ്, എൻ്റെ അസുഖം ഭേദമാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട, ഞാനൊന്ന് മരിച്ചു കിട്ടാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇതുപോലെ മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമൂഹ്യമായിട്ടും ഒറ്റപ്പെട്ട് മരണത്തിൻ്റെ പാതയിൽ കഴിഞ്ഞിരുന്ന ഒരാളാണ് ഒരു കുഷ്ഠരോഗി എന്ന് പറഞ്ഞു. എന്നാൽ ഈ സുവിശേഷത്തിലെ കുഷ്ഠരോഗി എന്താണ് ചെയ്യുക? അകലം പാലിക്കേണ്ടവൻ കർത്താവായ യേശുമിശിഹായുടെ മുമ്പിലേക്ക് ഓടി വരികയാണ്. അവൻ വന്നു, സാഷ്ടാംഗം വീണു, പ്രാർത്ഥിച്ചു, മണ്ണിൽ മുഖം പൊത്തി കേണ് അപേക്ഷിച്ചു. ഇത് ദൈവത്തിൻ്റെ മുമ്പിൽ മാത്രം നടത്തുന്ന ഒരു ആചാരമാണ്. ആരെയും, ദൈവത്തെ ഒഴിച്ച് ആരെയും ആരാധിക്കാൻ പാടില്ല. ഇവിടെ മനുഷ്യപുത്രൻ ദൈവപുത്രൻ കൂടിയാണെന്ന് കുഷ്ഠരോഗി അംഗീകരിക്കുകയാണ്. മറ്റ് കുഷ്ഠരോഗികൾ ഈ വലിയ ഗുരുവിൻ്റെ അടുത്ത് വരാനായിട്ട് പേടിച്ചു നിന്നപ്പോൾ ഇവൻ മാത്രം ധൈര്യപ്പെട്ട് മുമ്പോട്ട് വന്നു. അവൻ്റെ പ്രാർത്ഥന നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയാക്കാവുന്നതാണ്, പ്രത്യേകിച്ച് നോയമ്പ് കാലത്ത്. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ നിനക്ക് ശുദ്ധനാക്കുവാൻ കഴിയും. ഇഫ് യു വിൽ യു ക്യാൻ ക്ലെൻസ് മീ. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ യു ക്യാൻ 10 കുഷ്ഠരോഗികൾ സുഖപ്പെട്ടു. ഒരുത്തൻ മാത്രം തിരിച്ചു വന്ന് കർത്താവിന് നന്ദി പറഞ്ഞു. കർത്താവ് അവനോട് പറഞ്ഞു, യുവർ ഫെയ്ത്ത് ഹാസ് മെയ്ഡ് യു ഹോൾ. നമ്മൾ മലയാളത്തിൽ നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു എന്നാണ് പറയുക. പക്ഷേ അവിടെ സോസോ എന്നുള്ള ഗ്രീക്ക് വാക്കിന് ടു ബി മെയ്ഡ് ഹോൾ എന്നുള്ളത്. ഒരു കുഷ്ഠരോഗി ഈ സമഗ്രത, ജീവിതത്തിൻ്റെ സമഗ്രതയില്ലാത്ത ഒരു വ്യക്തിയാണ്. ഉദാഹരണമായിട്ട് ഏറ്റവും വലിയ അനുതാപത്തിൻ്റെ സങ്കീർത്തനമായ 51-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാം വാക്യം, ഹീസോപ്പ് കൊണ്ട് എന്നെ പൗത്രീകരിക്കണമേ, ഞാൻ നിർമ്മലനാകും. എന്നെ കഴുകണമേ, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. ഈ പ്രാർത്ഥന ഒരു കുഷ്ഠരോഗിക്ക് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. കാരണം ലേവ്യരുടെ പുസ്തകം 14-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ ഒരു കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണം എങ്ങനെ നടത്തണം എന്ന് വിവരിച്ചിട്ടുണ്ട്. ദേവദാരു, ചമന്ന നൂൽ, ഈസോപ്പ് ചെടി ഇവ ഉറവ വെള്ളത്തിന്മേൽ വെച്ചിട്ട് 2 പക്ഷികളെ കൊണ്ടുവരുന്നു. ഒരു പക്ഷിയുടെ കഴുത്ത് വെട്ടി അതിൻ്റെ ചോര ഈ വെള്ളത്തിൽ കലർത്തുന്നു. അങ്ങനെ ഈ ചോര കലർത്തിയ ഈ വെള്ളം ഹീസോപ്പ് ചെടിയുടെ വേര് ഉപയോഗിച്ച് സ്പ്രിങ്കിൾ ചെയ്യുക, ആ രോഗിയുടെ മേൽ തളിക്കുക, ഇതായിരുന്നു ചെയ്തിരുന്നത്. ഒരു കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണത്തിന് ഉപയോഗിച്ചിരുന്ന ഹീസോപ്പ് കൊണ്ട് തളിച്ചാൽ ഞാൻ പൗത്രീകൃതനാകും, ഞാൻ നിർമ്മലനാകും, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും എന്നാണ് ദാവീദ് രാജാവ് പാടിയത്. ഇതിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തം. ഈ വലിയ നോമ്പ് കാലത്ത് പാപമെന്താണ്, മാനസാന്തരം എന്താണ്, ദൈവത്തിലേക്കുള്ള തിരിച്ചുവരവ്, അതിൻ്റെ ഫലങ്ങൾ എന്താണ്,
എന്നൊക്കെ നമ്മൾ അറിയണമെങ്കിൽ 51 സങ്കീർത്തനം ധ്യാനപൂർവം വായിക്കേണ്ടതുണ്ട്. കാരണം ഒരു കുഷ്ഠരോഗിയുടെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിക്കുന്നു അതെല്ലാം ഒരു പാപിയുടെ ജീവിതത്തിലും സംഭവിക്കുന്നു. അവൻ ദൈവത്തിൽ നിന്ന് അകലുന്നു, മനുഷ്യനിൽ നിന്ന് അകലുന്നു. അവൻ്റെ മേലൊരു സ്റ്റിഗ്മ, ഒരു മുദ്രയുണ്ട്. നീ അശുദ്ധനാണ്, നീ പാപിയാണ്, നീ ശിക്ഷിക്കപ്പെട്ടവനാണ്. വലിയ കുറ്റബോധവും പേറിയാണ് ഒരു കുഷ്ഠരോഗി നടക്കുന്നത്. സന്തോഷം പണ്ടേ അവനെ കൈവെടിഞ്ഞു. അതിനാൽ സങ്കീർത്തകൻ പറയും, കർത്താവേ, എനിക്ക് നഷ്ടപ്പെട്ട സന്തോഷം എനിക്ക് തിരികെ തരണം. എന്നെ നീ ഒരു പുനഃസൃഷ്ടിയാക്കണം. എൻ്റെ ഇൻ്റഗ്രിറ്റി, എൻ്റെ സ്വഭാവത്തിൻ്റെ സമഗ്രത നഷ്ടപ്പെട്ടു. ഇതുതന്നെ യെശയ്യായുടെ 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. വരുവേൻ, നമുക്ക് രമ്യതപ്പെടാം. നിങ്ങളുടെ പാപങ്ങൾ കടും ചമപ്പാണെങ്കിലും അവ മഞ്ഞുപോലെ വെണ്മയുള്ളതായി തീരും. അവ രക്തവർണ്ണമെങ്കിലും കമ്പിളി പോലെ വിളക്കും. ഇത് നമ്മളെ സംബന്ധിച്ച് ഈ നോമ്പുകാലത്തെ ഒരു വലിയ സദ്വാർത്തയാണ്. നമ്മളെല്ലാവരും പാപികളാണ്. പാപമില്ലാത്തവരായി ആരും തന്നെയില്ല. എല്ലാവരും ആടുകളെപ്പോലെ വഴിതെറ്റിപ്പോയി എന്ന് യെശയ്യ പറയുന്നുണ്ട്. 53 നമ്മളെല്ലാവരും വഴിതെറ്റിപ്പോയവരാണ്. ആരും നീതിമാനായിട്ട് ഇല്ല. അതിനാൽ ഈ പാപം അംഗീകരിക്കുക, പാപം ദൈവസന്നിധിയിൽ ഏറ്റുപറയുക. പാപത്തിൻ്റെ ഉത്തരവാദിത്വം വേറൊരാളെയും എനിക്ക് കുറ്റപ്പെടുത്താനില്ല. നിനക്കെതിരായി മാത്രം ഞാൻ പാപം ചെയ്തു എന്ന് ദൈവത്തോട് പറയുമ്പോൾ അവിടെ ഹീലിംഗ് നടക്കും. നമ്മൾ പറഞ്ഞു, പാപം ബന്ധങ്ങൾ മുറിക്കുന്നു. ദൈവവുമായിട്ടും സഹോദരരുമായിട്ടും നമ്മൾ തന്നെയായിട്ടും ഉള്ള ബന്ധങ്ങൾ നഷ്ടപ്പെടുകയാണ്. സ്വർഗത്തിൻ്റെ 3-ാം തട്ട് വരെ ഉയർത്തപ്പെട്ടവനാണ് വിശുദ്ധ പൗലോസ്. അവൻ പറയുന്നു, ഞാൻ എൻ്റെ ശരീരത്തിൽ 2 നിയമങ്ങൾ കാണുന്നു. ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിച്ചു പോകുന്നത്. റോമർ 7:19. അതിനാൽ നമ്മൾ തന്നെ രണ്ടായിട്ട് സ്പ്ലിറ്റാണ്. നമ്മൾ ഇൻ്റഗ്രലല്ല, സമഗ്രത നമുക്ക് നഷ്ടപ്പെട്ടു. അതിനാൽ ടു ബി മെയ്ഡ് ഹോൾ, കംപ്ലീറ്റ്, ടു ബി കംപ്ലീറ്റ്, ടു ബി റിസ്റ്റോർഡ്, ടു ബി അൺഡാമേജ്ഡ്, ഇതാണ് ഹീലിംഗ് എന്ന് പറഞ്ഞാൽ. ഒരു പ്രത്യേക രോഗത്തിൽ നിന്നുള്ള വിമുക്തി അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. കുഷ്ഠരോഗി എന്ന് പറഞ്ഞാൽ അവന് പരിപൂർണമായിട്ട് വൈകൃതം ഉള്ള ഒരാളാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഇതേ വേദഭാഗത്തിൽ ഒരു അഡീഷണൽ പോയിന്റ് ഉണ്ട്. കർത്താവ് കുഷ്ഠരോഗിയോട് കരുണ തോന്നി കൈ നീട്ടി അവനെ സ്പർശിച്ചു. കരുണ തോന്നി എന്നുള്ളത് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഒരു അഡീഷനാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ അത് പറയുന്നില്ലെങ്കിലും അവിടെ അണ്ടർസ്റ്റുഡാണ്. കരുണ തോന്നാത്ത ഒരാൾക്ക് ഒരു കുഷ്ഠരോഗിയെ ആലിംഗനം ചെയ്യാൻ സാധിക്കുകയില്ല. ഇപ്പോൾ ഭാഗ്യമോടെ നമ്മുടെ സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ ദേഹം മുഴുവനും വലിയ മുഴകളുള്ള, കണ്ടാൽ അറപ്പ് തോന്നുന്ന ഒരു മനുഷ്യനെ വത്തിക്കാനിൽ വെച്ച് കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്തത് ഒരു വലിയ വാർത്തയായിരുന്നു.
13-ാം നൂറ്റാണ്ടിൽ അസിസിയിലെ ഫ്രാൻസിസ് ഒരു കുഷ്ഠരോഗിയെ അറപ്പോടുകൂടി വീക്ഷിച്ചു. അവനിൽ നിന്ന് കുതിരപ്പുറത്ത് ഓടിയകലാൻ ശ്രമിച്ചെങ്കിലും അവനൊരു മനക്കടിയുണ്ടായി. അവൻ കുതിരയെ തിരിച്ചുവിട്ട് ഈ കുഷ്ഠരോഗിയുടെ അടുത്ത് വന്ന് കുതിരപ്പുറത്തു നിന്ന് താഴെ ഇറങ്ങി ഈ ആളെ ആലിംഗനം ചെയ്ത് ചുംബിച്ചപ്പോഴാണ് അസിസിയിലെ ഫ്രാൻസിസ് കർത്താവായ യേശുമിശിഹായുടെ രൂപത്തിലേക്കും ഭാവത്തിലേക്കും മാറിയത്. കർത്താവ് കരുണ തോന്നി കൈ നീട്ടി അവനെ സ്പർശിച്ചു. ഒരു കൊച്ചു കുഞ്ഞിനെ നമ്മളെപ്പോഴും ആ കുഞ്ഞിൻ്റെ ദേഹത്ത് തൊട്ടുകൊണ്ട് സംസാരിക്കാനാണ് നമ്മൾ ഇഷ്ടപ്പെടുക. ഒരു കുഞ്ഞാണെങ്കിലും തിരിച്ച് അതുപോലെ തന്നെ കൈ നീട്ടി ഒരാളെ സ്പർശിക്കുക എന്ന് പറഞ്ഞാൽ ആളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ആകുക എന്നുള്ളതാണ്. അകലെ നിന്ന് ഒരു വാക്ക് പറയുന്നതും അടുത്ത് വന്ന് കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു വാക്ക് പറയുന്നത് തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. അതിനാൽ നമുക്ക് ചുറ്റുമുള്ള അനേകം പേരോടുള്ള ബന്ധത്തിൽ ഈ ഹൃദ്യത നമുക്ക് കൊണ്ടുവരാനായിട്ട് ഈ നോമ്പ് കാലത്ത് നമുക്ക് പരിശ്രമിക്കാം. കരുണ തോന്നി കൈനീട്ടി സ്പർശിച്ചു. അതോടെ കർത്താവായ യേശുമിശിഹ അവനെ വീണ്ടെടുത്തു. അവനെ രോഗത്തിൽ നിന്ന് സുഖപ്പെടുത്തിയത് മാത്രമല്ല, നമ്മളതിൻ്റെ അവസാനം വായിക്കുന്നു, അവൻ കർത്താവിൻ്റെ ഒരു മിഷണറിയായിട്ട് ഇതാരോടും പറയരുത് എന്ന് പറഞ്ഞ് അവനെ പറഞ്ഞയച്ചെങ്കിലും അവൻ ചുറ്റുമുള്ള പ്രദേശങ്ങളിലെല്ലാം പോയി കർത്താവ് അവനെ സുഖപ്പെടുത്തിയ കാര്യം പറഞ്ഞു. ഈ വലിയ വാർത്ത കേട്ട് ജനക്കൂട്ടങ്ങൾ കർത്താവിന് ചുറ്റും തിങ്ങിക്കൂടി എന്ന് നമ്മൾ വായിക്കും. അങ്ങനെ അനേകം ആയിരങ്ങളെ കർത്താവിലേക്ക് ആകർഷിച്ച ഒരു മനുഷ്യൻ കൂടിയായിരുന്നു ഈ കുഷ്ഠരോഗി. രോഗം സുഖപ്പെട്ടവരെ പലരുണ്ട്. ധ്യാനസ്ഥലങ്ങളിലൊക്കെ പോയി രോഗശാന്തിക്ക് വേണ്ടി ശ്രമിക്കുന്നവർ പലരുണ്ട്. രോഗശാന്തി കിട്ടിക്കഴിഞ്ഞാൽ സാക്ഷ്യപ്പെടുത്തുന്ന കുറച്ച് പേരുണ്ട്. എന്നാൽ അനേകം പേരും കിട്ടിയ കാര്യം പുറത്തു പറയാതെ നടക്കുന്നവരുണ്ട്. ദൈവം നമ്മളെ സുഖപ്പെടുത്തുന്നത് അവനെ സാക്ഷ്യം വഹിക്കാൻ കൂടിയാണ്. അതിനാൽ ലൂക്ക 17:19 യുവർ ഫെയ്ത്ത് ഹാസ് മെയ്ഡ് യു ഹോൾ. ഇത് നമുക്ക് ആവശ്യമുള്ള ഒരു സംഗതിയാണ്. നമ്മുടെ വിശ്വാസം, നമ്മുടെ കൂദാശകൾ, പ്രത്യേകിച്ച് ഈ നോമ്പ് കാലത്ത് അനുതാപത്തോടുകൂടിയുള്ള പരിശുദ്ധ കുമ്പസാരം, അതിന് ദ സാക്രമെൻ്റ് ഓഫ് റീകൺസിലിയേഷൻ എന്നാണ് പറയുക. കുമ്പസാരം ഇതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. കൺഫെഷൻ, പാവം ഏറ്റുപറയുക എന്നുള്ളത്. ഏറ്റുപറയുന്നതിലല്ല പ്രധാനപ്പെട്ട കാര്യം, ദൈവത്തിൻ്റെ കരുണയെ വാഴ്ത്തിപ്പുകഴ്ത്തുന്ന ഒരു സന്ദർഭമാണ്. കൺഫെഷൻ എന്നുള്ള വാക്കിന് പാപം ഏറ്റുപറയുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ ദൈവത്തിൻ്റെ കരുണ ഏറ്റുപറയുക എന്നുള്ളതാണ്. പാപം പറയേണ്ട എന്നല്ല, ദൈവത്തിൻ്റെ കരുണയ്ക്കാണ് പ്രാധാന്യം. അതിനാൽ ഈ വലിയ നോമ്പ് കാലത്ത് നമ്മുടെ പഴയ ജീവിതത്തിലെ എല്ലാ വഴിതെറ്റിപ്പോയ സന്ദർഭങ്ങൾ നമ്മൾ ഓർമ്മിച്ചെടുക്കുക. ഹോസിയ പ്രവാചകൻ പറയുന്നു, നീ വഴിതെറ്റിപ്പോയി, പക്ഷേ നീ ചൂണ്ടുപലകൾ നോക്കി കർത്താവിലേക്ക് തിരിച്ചു വരിക. നീ ഏതെല്ലാം വഴിയിലൂടെ തെറ്റിപ്പോയോ ചൂണ്ടുപലകൾ നോക്കുക, തിരിച്ച് കർത്താവിലേക്ക് നടക്കുവാനായി. കർത്താവ് സുഖപ്പെടുത്തിയ 10 കുഷ്ഠരോഗികളും രോഗത്തിൽ നിന്ന് സുഖമായി. പക്ഷെ അവർക്ക് ഒരു കാര്യം, 9 പേർക്ക് ഒരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം കിട്ടിയില്ല. Only the 10th one was made whole. The others were healed. അത്രയേ ഉള്ളൂ. അവർക്ക് രോഗം ഭേദമായി. They were not made whole. അതുകൊണ്ട് നന്ദിയോടെ കർത്താവിനെ സ്തോത്രം ചെയ്യുമ്പോഴാണ് ഹീലിംഗ് പൂർണ്ണമാകുന്നത്.
പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നമുക്ക് നിർത്താം. കുഷ്ഠരോഗിയുടെ അവസ്ഥ, കുഷ്ഠരോഗിയുടെ മനോഭാവം, അത് പാപത്തിൻ്റെ സ്വഭാവത്തെ വിളിച്ചോതുന്നതാണ്. എന്താണ് കർത്താവ് ഒരാളെ സൗഖ്യപ്പെടുത്തുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം? നമ്മുടെ ബന്ധങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ, നമ്മുടെ മനോഭാവത്തിൽ വരുന്ന മാറ്റങ്ങൾ, മനുഷ്യൻ്റെ മനസ്സിൽ അനുഭവപ്പെടുന്ന വലിയ സന്തോഷം, പുതിയ ഒരു ജീവിതം തുടങ്ങാനുള്ള ഒരു ദൃഢനിശ്ചയം, വലിയ പ്രത്യാശയോടുകൂടി ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു വലിയ പ്രതിജ്ഞ, ഇതൊക്കെയാണ് ഇതിൻ്റെ പുറകിലുള്ളത്. പ്രത്യേകിച്ച് ഈ ശുഭക്കോനോ കഴിഞ്ഞിട്ടുള്ള ഞായറാഴ്ച തുടർന്നുള്ള ദിവസങ്ങളിലും നമ്മൾ ആരുമായിട്ടൊക്കെ രമ്യപ്പെടുവാനുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്. നിങ്ങൾ രമ്യപ്പെടുക, ഞാൻ വീണ്ടും ആവശ്യപ്പെടുന്നു, രമ്യപ്പെടുക. വി ആർ അംബാസഡേഴ്സ് ഓഫ് റിക്കൺസിലിയേഷൻ. രമ്യതയുടെ ശുശ്രൂഷകരാണ്, സ്ഥാനപതികളാണ് നമ്മൾ എന്ന് വിശുദ്ധ പൗലോസ് പറയുന്നുണ്ട്. നിങ്ങൾ രമ്യതയുടെ സ്ഥാനപതികളാണ്. പ്രത്യേകിച്ച് വൈദിക സമൂഹത്തോടാണ് പറയുന്നത്, യു ആർ അംബാസഡേഴ്സ് ഓഫ് റീകൺസിലിയേഷൻ. നമുക്ക് നമ്മളെ തന്നെ കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി, ഞാൻ പാപിയാകുന്നു, എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള അവസ്ഥകൾ, അവസ്ഥാന്തരങ്ങൾ, എൻ്റെ ശരീരത്തിൽ, മനസ്സിലും എൻ്റെ ആത്മാവിലും വന്നിട്ടുള്ള ഡിഫോമിറ്റീസ് നീ പരിഹരിച്ച് എന്നെ നിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു പൂർണ്ണ മനുഷ്യനാക്കി തീർക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ.